നിലമ്പൂരിലെയും ചാലിയാറിലെയും കാട്ടാന പ്രശ്നം പരിഹരിക്കാൻ നടപടികളുമായി വനം വകുപ്പ്. നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ കാട്ടിലേക്ക് തിരിച്ചുവിടാൻ പ്രത്യേക സേന രൂപീകരിക്കും. നിലമ്പൂർ നഗരസഭയിലെയും ചാലിയാർ പഞ്ചായത്തിലെയും കാട്ടാന ശല്യം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ നോർത്ത് DFO വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. പോക്കോട് റിസർവിൽ നിന്ന് 12,000 മലവാരത്തിലേക്ക് കാട്ടാനകളെ തിരിച്ചുവിടാൻ പ്രത്യേക സേന രൂപീകരിക്കുമെന്ന് DFO പറഞ്ഞു. ശല്യക്കാരായ കാട്ടാനകളെ വേഗത്തിൽ 12,000 വനമേഖലയിലേക്ക് കയറ്റിവിടാനാണ് ലക്ഷ്യമിടുന്നത്. വനപാലകരും RRT അംഗങ്ങളും ജനപ്രതിനിധികളും വനമേഖലയെക്കുറിച്ച് അറിയുന്ന പ്രദേശവാസികളും ഉൾപ്പെടെ 30ഓളം പേരെ ഉൾപ്പെടുത്തിയാകും സേന രൂപീകരിക്കുക. ടീമിന് വനംവകുപ്പ് പ്രത്യേക യൂണിഫോമും പരിശീലനവും നൽകും. സേനയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ ലിസ്റ്റ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലമ്പൂർ നഗരസഭാ അധ്യക്ഷയും DFOയ്ക്ക് കൈമാറും. റേഞ്ച് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ആനകൾ നിലയുറപ്പിച്ചിട്ടുള്ള വനഭാഗങ്ങൾ, സഞ്ചാരപാതകൾ എന്നിവ നിരീക്ഷിക്കും. അതിനുശേഷം കാടുകയറ്റാനുള്ള ഏറ്റവും സുരക്ഷിതമായ ഭാഗങ്ങൾ കണ്ടെത്തും. ജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകും. കാഞ്ഞിരപ്പുഴ, അകമ്പാടം, വള്ളുവശ്ശേരി, പനയങ്കോട് വനം സ്റ്റേഷനുകളിൽ ഇതിനായി മുന്നൊരുക്കം നടത്തും. നേരത്തെ കാടുകയറ്റിയ കാട്ടാനകളെ പിന്നീട് കൃഷിയിടങ്ങൾക്ക് സമീപമുള്ള വനഭാഗങ്ങളിലേക്ക് തന്നെ മടങ്ങിവന്ന സാഹചര്യത്തിൽ ഇക്കുറി ഏറെ ജാഗ്രതയോടെയാകും കാട്ടാനകളെ കാടുകയറ്റുക. കാട്ടാനകളെ പ്രതിരോധിക്കാൻ ശാശ്വത നടപടികൾ വേണമെന്ന് ജനപ്രതിനിധികളും കർഷകരും യോഗത്തിൽ ആവശ്യപ്പെട്ടു. കാട്ടാനകളെ കാട്ടിലേക്ക് തിരിച്ചുവിടുന്നതോടൊപ്പം വനാതിർത്തിയിൽ ഫെൻസിംഗ് പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും ആവശ്യമുയർന്നു. കാട്ടാനകളെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും സഹകരണം അത്യാവശ്യമാണെന്നും താൻ കാസർഗോഡ് സേവനം ചെയ്തപ്പോൾ 3,20,00,000 രൂപ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ അനുവദിച്ചതിനാൽ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനായിരുന്നതായി നോർത്ത് DFO ധനേഷ് കുമാർ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ 5 തദ്ദേശ സ്ഥാപനങ്ങൾ 3.12 കോടി രൂപ അനുവദിക്കുകയും 21 ഹരിതകർമ്മസേനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. തുടർന്ന് 22 ആനകളെ 32 കിലോമീറ്ററിനപ്പുറമുള്ള ഉൾവനത്തിലേക്ക് കയറ്റിവിട്ടെന്നും DFO പറഞ്ഞു. നിലമ്പൂർ കനോലി പ്ലോട്ടിൽ ചേർന്ന യോഗത്തിൽ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ്, നിലമ്പൂർ നോർത്ത് DFO P ധനേഷ് കുമാർ, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP അനുശ്രീ, വൈസ് പ്രസിഡന്റ് തോണിക്കടവൻ ഷൌക്കത്ത്, എടവണ്ണ റേഞ്ച് ഓഫീസർ MN ഷംനാസ്, നിലമ്പൂർ റേഞ്ച് ഓഫീസർ ഇൻചാർജ് P വിമൽ, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നിലമ്പൂർ നഗരസഭയിലെ കാട്ടാനശല്യം രൂക്ഷമായ ഡിവിഷനുകളിലെ കൌൺസിലർമാർ, കർഷക പ്രതിനിധികളായ സിദ്ദീഖ് നാലകത്ത്, ജേക്കബ് എളമ്പിലാലക്കാട്, തോണിയിൽ സുരേഷ് എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ